തന്റെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ക്രിമിനൽ ഉപയോഗങ്ങൾക്കായി ഇന്ത്യയിലെ ബിറ്റ്കോയിന്റെയും മറ്റു വെർച്വൽ കറൻസികളുടെയും ഉപയോഗം നിർത്താൻ സർക്കാർ എല്ലാം ചെയ്യുമെന്ന് പ്രസ്താവിച്ചു എന്ന് 2018 ഫെബ്രുവരി 1 പാർലമെന്റ് സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണത്. അതിനു മുൻപ് ഇന്ത്യയിൽ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. ONDCX, Vicerex പോലുള്ള എക്സ്ചേഞ്ചുകൾ മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ ഇപ്പൊ നമ്മുടെ ഈ മൈജിയുടെ ഒക്കെ പരസ്യം വരുന്നില്ലേ, അതേപോലെ ഫുൾ പേജിൽ പരസ്യം കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഏത് ഈ പറഞ്ഞ സമയത്തിന് മുൻപ് വരെ. അടുത്ത കാര്യം പറയുന്നത്, ഇന്ത്യ അവയെ നിയമപരമായ ടെൻഡറായി അംഗീകരിക്കുന്നില്ലെന്നും പകരം പേയ്മെന്റ് സംവിധാനങ്ങളിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാല്, നിയമപരമായ ടെൻഡർ, അതായത് ലീഗൽ ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നില്ലേ, അതിനായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതും പകരം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ ഇന്ത്യൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. സർക്കാർ ക്രിപ്റ്റോ കറൻസിയെ നിയമപരമായ ടെൻഡറോ നാണയമോ ആയി അംഗീകരിക്കുന്നില്ല. കൂടാതെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനോ പേയ്മെന്റ് അതായത് ഈ ക്രിപ്റ്റോ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത്, കാരണം ഇത് അറിയുന്നില്ലല്ലോ, ബാങ്കായിട്ടോ ഒരു രാജ്യത്തിന്റെ ഇടപാടുമായിട്ടോ ഒന്നും ഇതിന് ബന്ധം വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനോ പേയ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായോ ഈ ക്രിപ്റ്റോ അസറ്റുകളുടെ ഉപയോഗം ഇല്ലാതാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കും, ജെയ്റ്റ്ലി പറഞ്ഞു. ഇപ്പോ ഞാനിതിന്റെ ബാക്കി കൂടി വായിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതായത് ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥയും കേട്ടിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് അയ്യോ ഇത് നിരോധിച്ചാണ് നിങ്ങളെ പോലീസ് പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെ അടുത്ത ഞാൻ വായിക്കാം. 2018 തുടക്കത്തിൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, അതായത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾക്കായി ക്രിപ്റ്റോ കറൻസി വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിരോധനം പ്രഖ്യാപിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാല് RBI നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താ? ബാങ്കുകൾ, മറ്റു ധനകാര്യ സ്ഥാപനങ്ങളാണ് RBI നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇതില് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിരോധനം പ്രഖ്യാപിച്ചു 2018 തുടക്കത്തിൽ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ഇവിടത്തെ എക്സ്ചേഞ്ചുകൾ, ONDCX മറ്റുള്ള എക്സ്ചേഞ്ചുകൾ, ഇവർക്കൊന്നും നമ്മുടെ കയ്യില് ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ക്യാഷ് ആക്കാനായിട്ട് പറ്റില്ല. കാരണം ബാങ്കിലേക്ക് ക്യാഷ് വരില്ല, ബാങ്കുകാര് അത് തരില്ല. മനസ്സിലാവണ്ട? ഈ സംഭവത്തിന് തൊട്ട് മുന്നേ വരെ നിങ്ങളുടെ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാല് ONDCX ദുൽഖർ സൽമാൻ അടിച്ചു കഴിഞ്ഞാൽ ആ പഴയ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അന്നത്തെ പരസ്യം കൊടുത്തിരുന്ന ബ്രാൻഡ് അംബാസഡർ ദുൽഖർ സൽമാൻ ആയിരുന്നു. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി 2019 ക്രിപ്റ്റോ കറൻസികളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് 2018 എന്ത് ചെയ്തത്? നിരോധിച്ചത്. 2019 ക്രിപ്റ്റോ കറൻസികളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് അവരുടെ ഇടപാട് തടയുന്നതിന്, അതായത് അവരുടെ ഇടപാട് തടയുന്നതിന് ഒരു നിർദ്ദേശമോ ഉത്തരവോ തേടിക്കൊണ്ട് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു 2019. അങ്ങനെ 2020 മാർച്ചിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിനുള്ള RBI നിരോധനം റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. മനസ്സിലായോ? 2021 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഡിജിറ്റൽ കറൻസി സൃഷ്ടിക്കുമെന്ന്, അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി വന്നിട്ടുണ്ടല്ലോ, അതിന് രൂപം കൊടുക്കുമെന്നും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത്. 2020 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമത്തിയ ക്രിപ്റ്റോ കറൻസിയുടെ നിരോധനം ഇന്ത്യയുടെ സുപ്രീം കോടതി പ്രത്യേകം നീക്കിയിരുന്നു. അന്നു മുതൽ ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപം നിയമാനുസൃതമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും കേട്ടോ, അതിന്റെ വരുമാനത്തിന്റെ വ്യാപ്തിയും
അതായത് ഈ ഒരു ഇടപാടില് വരുന്ന വരുമാനത്തിന്റെ വ്യാപ്തി, ഇപ്പൊ നേരത്തെ പ്രദീപ് സാർ പറഞ്ഞിരുന്നു, കോടികളുടെ കണക്കൊക്കെ പറഞ്ഞിരുന്നു. ഇത് ഇവിടുത്തെ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അന്നു മുതൽ ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപം നിയമാനുസൃതമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും അതിന്റെ വരുമാനത്തിന്റെ വ്യാപ്തിയും നികുതി അടയ്ക്കുന്നതും അതിന്റെ റെഗുലേറ്ററി ഭരണകൂടവും സംബന്ധിച്ച പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. നിരോധനമാക്കിയത്. എന്നാൽ ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി വിപണിയെ നിരോധിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഇന്ത്യൻ പാർലമെന്റ് ഉടൻ ഒരു പ്രത്യേക നിയമം പാസാക്കാൻ ആലോചിക്കുന്നു.